നമസ്കാരം. ആര് എന്തൊക്കെ പറഞ്ഞാലും എല്ലാ വിഷയത്തിലും റഷ്യക്ക് റഷ്യയുടേതായ നിലപാടുണ്ട്. ഇപ്പോ അതാ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്മേലുള്ള സമാധാന ചർച്ചകൾ, ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരാതിരിക്കാനുള്ള ഉറപ്പുകൾ ഒരു സുപ്രധാന വിഷയമായി എടുത്തു പറഞ്ഞിരിക്കുകയാണ് റഷ്യ. ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെ റഷ്യ അഭിനന്ദിക്കുകയും താൽക്കാലിക തന്ത്രങ്ങൾക്കല്ല മറിച്ച് ഗൗരവമായ തീരുമാനങ്ങൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഡിസംബർ 14 നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ഉൾപ്പെടെയുള്ള വ്യക്തിഗത രാജ്യങ്ങളിൽ നിന്നും സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ നാറ്റോയിൽ ചേരുന്നതിൽ നിന്നും പിന്മാറാൻ തയ്യാറാണ് എന്നാണ് സെലൻസ്കി നൽകുന്ന സൂചന. ഈ പശ്ചാത്തലത്തിലാണ് ഉക്രൈന്റെ നിഷ്പക്ഷത സംബന്ധിച്ച ഉറപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രത്യേക ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണെന്നും ദിമിത്രി പെസ്കോവ വ്യക്തമാക്കുന്നത്. ഈ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നും തീർച്ചയായും ഇത് മറ്റെല്ലാ വിഷയങ്ങളെക്കാളും പ്രത്യേക ചർച്ച അർഹിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കവേ സമാധാനത്തിനും ഗൗരവമായ ഒത്തുതീർപ്പുകൾക്കും പുടിൻ തുറന്ന മനസ്സുള്ളവനാണെന്നാണ് പെസ്കോ വ്യക്തമാക്കിയത്. എന്നാൽ സമയം നീട്ടിക്കൊണ്ടു പോകുന്നതിനോ അല്ലെങ്കിൽ കൃത്രിമമായ ഇടവേളകൾ സൃഷ്ടിക്കുന്നതിനോ വേണ്ടിയുള്ള തന്ത്രങ്ങൾക്കോ കൗശലങ്ങൾക്കോ അദ്ദേഹം തയ്യാറല്ല. ഉക്രൈൻ ഒത്തുതീർപ്പ് സംബന്ധിച്ച് പരസ്യമായ വാദപ്രതിവാദങ്ങൾ നടത്തുന്ന മെഗാഫോൺ ചർച്ചാരീതി ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെയും ഉക്രൈൻ ഒത്തുതീർപ്പിനായുള്ള ശ്രമങ്ങളെ റഷ്യ വളരെയധികം അഭിനന്ദിക്കുന്നു എന്നും റഷ്യൻ വക്താവ് വെളിപ്പെടുത്തി. ഡിസംബർ ആദ്യവാരം ക്രിസ്മസിനുള്ളിൽ ഉക്രൈൻ പ്രശ്നത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്താൻ ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിസംബർ 14 ബെർലിനിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷം അമേരിക്കൻ പ്രതിനിധികൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഉക്രൈൻ എന്നിവയുമായി നടത്തിയ ചർച്ചകളിലൂടെ ഫലം റഷ്യക്ക് കൈമാറിയിട്ടില്ല. ആ ഫലത്തിനായി റഷ്യ കാത്തിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരേഡ് കുഷ്നർ, വ്ളാഡിമിർ സെലൻസ്കി എന്നിവർ 5 മണിക്കൂറിലധികം നീണ്ട ചർച്ചകളിൽ പങ്കെടുത്തു. 20 പോയിന്റുകൾ സെറ്റിൽമെന്റ് പ്ലാനിൽ പുരോഗതി ഉണ്ട് എന്നാണ് വിറ്റ്കോഫ് പിന്നീട് അറിയിച്ചത്. അമേരിക്കൻ മധ്യസ്ഥരും യൂറോപ്യരും ഉക്രൈൻ അധികൃതരും തമ്മിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെർലിനിൽ ചർച്ച ചെയ്യുന്ന കാഴ്ചപ്പാടുകൾ തങ്ങളുടെ അമേരിക്കൻ മധ്യസ്ഥരിൽ നിന്നും ലഭിക്കുമെന്നാണ് പെസ്കോ വ്യക്തമാക്കിയത്. ഡിസംബർ 25-നകം ഒത്തുതീർപ്പിലെത്താനുള്ള സാധ്യതകളെ കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ സമയപരിധികൾ പ്രവചിക്കുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഉക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ നാറ്റോ വിഷയത്തിൽ ഉക്രൈന്റെ നിലപാട് സമാധാന പ്രക്രിയ എത്രത്തോളം നിർണായകമാകുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.